നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്നാമത്തേത് മേയർ ആര്യ രാജേന്ദ്രനും യദു കൃഷ്ണൻ എന്ന ബസ് ഡ്രൈവറുമായ കേസ്. മറ്റൊന്ന് പുരപ്പുറത്ത് സോളാർ പാനൽ വെച്ച് കാശുപോയവരും KSEBയും തമ്മിലുള്ള തർക്കം. ഇതിൽ KSEBയുമായുള്ള തർക്കം സമൂഹമാധ്യമങ്ങളിൽ ചൂടുള്ള ചർച്ചയായത് കഴിഞ്ഞ ദിവസം മുൻ DGP ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെയാണ്. ഇതിന് മറുപടിയായി ബദൽ ഫേസ്ബുക്ക് കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ KSEB. പതിവ് പോലെ നെടുങ്കൻ കണക്കുകളും വിശദീകരണവും ഒക്കെയുണ്ട് കുറിപ്പിൽ. വൈദ്യുതിക്ക് രാജ്യത്ത് ഡൈനമിക് പ്രൈസിംഗ് ആണ് നിലവിലുള്ളത്. പകൽ സമയത്തെ സോളാർ മണിക്കൂറുകൾ വിലയേക്കാൾ വളരെ കൂടുതലാണ് വൈകിട്ട് 6-നും 12-നും ഇടയിലെ വൈദ്യുതി വില. സോളാർ ഉൽപാദനം പകലാണ് നടക്കുന്നത്. അതിനാൽ പകലിലെ ഉപയോഗവും ഉൽപാദനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഉപയോക്താവിന് ലാഭമുണ്ടാകും. എന്നാൽ ഈ മാസങ്ങളിൽ രാത്രി വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നിട്ടുള്ളതിനാൽ ബിൽ തുക കൂടുക സ്വാഭാവികം എന്നാണ് KSEBയുടെ വാദം. ഇതൊക്കെ വായിച്ച സാധാരണ ജനം എന്തോ പോയ അണ്ണാനെ പോലെ വായും പൊളിച്ചു നിൽക്കുകയാണ്. പുരപ്പുറ സോളാർ പദ്ധതി നടപ്പാക്കിയവർക്ക് ഈ മാസവും കഴിഞ്ഞ മാസവും ഉയർന്ന വൈദ്യുതി ബിൽ വന്നതോടെ വിശദീകരണവുമായി വരാൻ KSEB നിർബന്ധിതരായിരിക്കുകയാണ്. ശ്രീലേഖയുടെ ആരോപണത്തിൽ കഴമ്പില്ല എന്നും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമായ കുറിപ്പാണ് ഇവർ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചത് എന്നുമാണ് KSEB പറയുന്നത്. ശ്രീമതി ശ്രീലേഖ IPS ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KSEBയുടെ സോളാർ ബില്ലിംഗ് തട്ടിപ്പാണെന്ന തരത്തിൽ തികച്ചും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമായ കുറിപ്പ് പ്രസിദ്ധീകരിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീ റെജി മത്തായിയുടേതാണ്. സൗരോർജ്ജ ബില്ലിംഗിനെ പറ്റി വേണ്ടത്ര ധാരണയില്ലാത്തതുകൊണ്ടാവണം ഈ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് ശ്രീമതി ശ്രീലേഖ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച വൈദ്യുത ബില്ലിലെ വിവരങ്ങൾ അനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ബില്ലിൽ ഒരു തെറ്റുമില്ല എന്ന് വ്യക്തമാണെന്നും പറയുന്നു. അതായത് 557 യൂണിറ്റാണ് നിലയത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചത് എന്നും അതിൽ തത്സമയ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള 290 യൂണിറ്റ് വൈദ്യുതി ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തു എന്നും പറയുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 399 യൂണിറ്റ്, വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയുള്ള പീക്ക് മണിക്കൂറിൽ 247 യൂണിറ്റ്, രാത്രി 10 മുതൽ രാവിലെ 6 വരെയുള്ള ഓഫ് പീക്ക് മണിക്കൂറുകളിൽ 636 യൂണിറ്റ് എന്നിങ്ങനെ വീട്ടിലെ ആകെ വൈദ്യുതി ഉപയോഗം 1282 യൂണിറ്റ് ആയിരുന്നു എന്നാണ് KSEB മീറ്റർ റീഡിംഗ് പറയുന്നത്. ഇതനുസരിച്ച് ആകെ ഉപയോഗിച്ച വൈദ്യുതിയിൽ നിന്നും ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് കുറച്ച് ലഭിക്കുന്ന വൈദ്യുതിക്കാണ് KSEB ബിൽ ചെയ്തതെന്നും, അതായത് 1282 മൈനസ് 290 992 യൂണിറ്റിനാണ് ബില്ല് ചെയ്തിരിക്കുന്നത് എന്നുമാണ് KSEBക്ക് വേണ്ടിയുള്ള FB പോസ്റ്റിൽ പറയുന്നത്. മാത്രമല്ല, സൗരോർജ്ജ നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അപ്പോൾ വൈദ്യുതി ശൃംഖലയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഓൺഗ്രിഡ് സംവിധാനത്തെക്കാൾ മെച്ചമാണ് ബാറ്ററിയിൽ സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കാൻ കഴിയുന്ന ഓഫ് ഗ്രിഡ് സംവിധാനം എന്ന് കഴിഞ്ഞ ദിവസം FBയിൽ പറഞ്ഞത് ശരിയല്ല എന്നും, താരതമ്യേന വളരെ ഊർജ്ജക്ഷമത കുറഞ്ഞ സംവിധാനമാണ് ബാറ്ററിയും ഓഫ് ഗ്രിഡ് സോളാർ സംവിധാനവും എന്നാണ് KSEB പറയുന്നത്. പ്രസ്തുത വ്യക്തിയുടെ പോസ്റ്റിലെ അറ്റകുറ്റപ്പണിക്കായി വൈദ്യുതി ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു നൽകിക്കൊണ്ടിരിക്കും എന്ന പരാമർശവും വസ്തുതയല്ല എന്ന് KSEBയുടെ പോസ്റ്റിൽ പറയുന്നു. ലൈനിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഗ്രിഡ് ബന്ധിത സൗരോർജ്ജ നിലയത്തിൽ ഉൽപ്പാദനം നടക്കുകയില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ KSEBയുടേത് വെറും പൊറാട്ട് വിശദീകരണം മാത്രമാണ് എന്നാണ് ശ്രീലേഖയുടെ പോസ്റ്റിൽ പറയുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്നത്തെ പത്രത്തിൽ KSEBയെക്കുറിച്ച് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി കണ്ടു. എന്റെ 5 കിലോവാട്ട് സോളാർ ഉൽപ്പാദിപ്പിച്ച 557 യൂണിറ്റ് മൊത്തം ഗ്രിഡിലേക്ക് നൽകുമ്പോൾ അതിൽ നിന്ന് 267 യൂണിറ്റ് ഞാൻ വീട്ടിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നതിലെ പിഴവാണ് മുഖ്യം. അതെങ്ങനെ സാധിക്കും? ആ കണക്ക് അവർ എങ്ങനെ കണ്ടെത്തി? ഓരോ മാസവും എന്റെ സോളാർ ഉൽപ്പാദിപ്പിച്ച യൂണിറ്റിൽ അവരുടെ ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ കുറയ്ക്കും. 992 യൂണിറ്റിന് പുറമെ 267 കൂടെ കൂട്ടി, അതായത് 1300ഓളം യൂണിറ്റ് ഞാൻ ഉപയോഗിച്ചുവെന്നോ? വീട് വെച്ചപ്പോൾ സ്ഥാപിച്ച 1 കിലോവാട്ട് സോളാർ കൂടിയുണ്ട് എനിക്ക്. അതിലാണ് പവർ പ്ലഗ് ഒഴികെ എല്ലാ കണക്ഷനും. അപ്പോൾ മുഴുവൻ സമയവും 3 AC-യും 2 പമ്പുകളും മിക്സി, ഗ്രൈൻഡർ, ഓവൻ, വാഷിംഗ് മെഷീൻ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എല്ലാം കൂടി ഇട്ടാലും ഒരു മാസം 1300 യൂണിറ്റ് ഉപയോഗം വരുമോ? ഇതിലും കൂടാതെയാണ് മെഷീൻ തീരുമാനിക്കുന്നത്. ഈ 1300 യൂണിറ്റിൽ 16 രൂപ എത്ര യൂണിറ്റിന്, 8 രൂപ എത്ര യൂണിറ്റിന്, 5 രൂപ എത്ര യൂണിറ്റിന് എന്നൊക്കെ. ഇതൊക്കെ തീരുമാനിക്കുന്നത് മീറ്റർ റീഡിങ്ങിന് വരുന്ന പയ്യനാണ്. അവന്റെ കൂടെ നിന്നാലും അതെങ്ങനെയാണ് അവൻ കണക്ക് കൂട്ടുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. ഇതൊക്കെ കാരണമാണ് എനിക്ക് അവരുടെ ഈ വിശദീകരണത്തിലൊന്നും വിശ്വാസമില്ലാത്തത്. എത്ര കൺസ്യൂമേഴ്സ് ഇത് വിശ്വസിക്കുന്നുണ്ട്?
ഇങ്ങനെയായിരുന്നു ശ്രീലേഖയുടെ പോസ്റ്റ്. ഏതായാലും പ്രധാനമന്ത്രിയുടെ സോളാർ പദ്ധതി കേരളത്തിലെത്തിയപ്പോൾ സൂര്യന്റെ ചൂട് കുറഞ്ഞു, വൈദ്യുതിയുടെ ഉൽപാദനം കുറഞ്ഞു, മോദിയുടെ സോളാർ വെച്ചവർക്ക് കനത്ത കറന്റ് ബില്ലും വരാൻ തുടങ്ങി. ഇതൊക്കെ കേരളത്തിൽ തികച്ചും സ്വാഭാവികം മാത്രം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.